വായർന്ന എന്നാ പറഞ്ഞേ അനങ്ങരുത്. ആ ഇവിടെ കോഴികൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പോലെ എൻ്റെ ജഗുൻ്റെ പോലെ നല്ലതൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാങ്കണ്ണി ചീര ആരെയും വിൽക്കേ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നമ്മള് ഗുണം തന്നെയല്ലേ പറഞ്ഞ പറഞ്ഞോ. കണ്ടോ ഇതാണ് അരി, കണ്ടോ ഈ അരിയാണ്ട് ഇരിക്കാണ്ട് ഇടാം. കണ്ട വെള്ളം നോക്കിയതിൻ്റെ. എന്തായാലും പൊന്നാങ്കണ്ണി ചീര ആളുകൾക്ക് ശരീരത്തിന് എത്രമാത്രം ഗുണകരമാണെന്നുള്ളത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അറിയും. ആ ഇവിടെ അതിൻ്റെ ഉള്ളിലുണ്ടാ ചീരകളോ കണ്ട. ഇതപ്പോൾ ഇല തഴുത്തുക്കുന്ന ടൈമാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. ഇപ്പം ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ സാധനം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ ഒരു വിവാദം കത്തിപ്പെടുന്ന സാഹചര്യമാണ് പൊന്നാങ്കണ്ണി ചീരനെ പറ്റി. നമ്മൾ ഒരു വട്ടം പൊന്നാങ്കണ്ണി ചീര നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ പാചകം ചെയ്യുമ്പോൾ പൊന്നാങ്കണ്ണി ചീര മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനത്തെ ചീരകൾ, പിന്നെ ഈ ഉള്ളീരല, ഇവർക്ക് സരിതിക്കും ജഗുവിനൊക്കെ കാലത്ത് ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വക ഒരു പച്ചില തോരനുണ്ട്. ഇവിടെ കിട്ടാവുന്ന എല്ലാ ഇലകളും കൂട്ടിച്ചേർത്തിട്ട് ഒരു സിമ്പിൾ തോരൻ ഇവരെ വായിൽ കുത്തി കയറ്റി കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇവർ തിന്നില്ല. വെറുതെ ഇലക്കറികളാണ് ചെന്നോട്ടെ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ വിവാദമായിട്ടുള്ള ഇപ്പോൾ കുറേ വീഡിയോകൾ നമ്മൾ കാണാം. പൊന്നാങ്കണ്ണി ചീര അതാണ് ഇത് കൃഷി ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കറിയാലോ, ഇതേ നമ്മുടെ വീട്ടിൽ കുറച്ച് പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. ഇത് പൊന്നാങ്കണ്ണി ചീരയാണെന്നാണ് പറയണത്. ഇതേ കണ്ട പറയണെന്നല്ല, അല്ല രണ്ടു തരം പൊന്നാങ്കണ്ണി ചീരയാണ് ഇവിടെ ഇത് പ്രാബല്യത്തിലുള്ളത്, നിലവിലുള്ളത്. അതെങ്ങനെയാ എനിക്കറിയില്ല. അല്ല ഇത് കളറുണ്ട ഈ പൊന്നാങ്കണ്ണി ചീര ഇവിടെ നിറച്ചിട്ടുണ്ട്, ചുവപ്പ് കളറിൽ വയലറ്റ് കളറ്. ഈ സാധനം ഞാൻ കണ്ടിട്ട് അധികം കൊല്ലൊന്നായിട്ടില്ല. അത് സമയം നമ്മുടെ അത് വിചാരിച്ചിട്ട് അതിന് ഗുണമില്ലാന്നാണ് അർത്ഥം. അല്ല നമ്മുടെ നാട്ടിലിതില്ലാന്ന്. ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിട്ടുള്ളത് ഇതേണ്ട. ഈ പൊട്ടിച്ചപ്പോൾ ഈ സാധനം കണ്ട ഈ ഇലയാണ്. ഇത് പശുവിനും നമ്മുടെ കോഴികൾക്കും ഇഷ്ടം പോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കോഴികൾക്ക് ഇങ്ങനെയായിട്ട് വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് പടച്ച് തിന്നും. കോഴികൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പോലെ എൻ്റെ ജഗുൻ്റെ പോലെ നല്ലതൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അനിലിച്ചാൻ്റെ കോഴികളില്ലേ കംപ്ലീറ്റ് തിന്നും. നമ്മുടെ മുന്നത്തെ കോഴികൾക്കൊക്കെ വാഴലിയും തീറ്റയൊക്കെ വളരെ കുറവ് വാങ്ങിച്ചിട്ട് കൊടുക്കുക അല്ലേ. ഒരു കൊല വെട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിണ്ടി അവറ്റകൾക്ക് വെട്ടി ഇങ്ങനെ പൊളിച്ച് വെച്ച് കൊടുത്തിട്ട് അത് തിന്ന് കഴിഞ്ഞാൽ അവറ്റകൾക്ക് വേറെ തീറ്റയൊന്നും കൊടുക്കാറില്ല. വാഴലിയും അതും ഇതൊക്കെ അങ്ങനത്തെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാറ്. വീട്ടുകൾ പക്ഷെ ഒന്നും തിന്നില്ല, വീട്ടുകൾക്ക് തീറ്റ തന്നെ. അപ്പോൾ ഞാൻ നമ്മുടെ ശ്രീദേവി ഡോക്ടർ ഇവറ്റ ചെടികളിലും ഇതിലൊക്കെ ഭയങ്കര റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് രണ്ട് പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് കുഞ്ഞേതായിരിക്കുമ്പോട്ട് കാണുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് വന്നിട്ട് ഇത് കണ്ടിട്ട് അധികം കൊല്ലമായിട്ടില്ല. ഇത് പല പല പറമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അങ്ങനെ ഇതായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇത് കണ്ണിന് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നിട്ടുള്ളത്. പണ്ട് തൊട്ടിട്ടേ പറഞ്ഞിട്ടുണ്ട്, പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തലമുറകളായി കൈമാറി വന്നിട്ടുള്ളതായിരിക്കും ഇത് കണ്ണിന് ബെസ്റ്റാണെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ ഇതിൻ്റെ ഈ പൊന്നാങ്കണ്ണി ചീര കൃഷി കണ്ടുല്ലോ. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് വിവാദമായിട്ടുള്ളത്. അപ്പം നമ്മൾ നാളെ ഇവിടേക്ക് പോയില്ലേ സരിത, നമ്മുടെ ഈ കുളപ്പുള്ളിക്ക് മറ്റേ ഒരു കൃഷി തോട്ടത്തിലേക്ക് പോയില്ലേ. ആളുടെ പേരെന്നാ ആളുടെ പേര് അജിത് കുമാർ എന്ന് പറഞ്ഞ ആളുടെ കൃഷി തോട്ടത്തിലേക്ക് പോയില്ലേ. അപ്പോൾ ആള് ഇങ്ങനത്തെ ഈ പൊന്നാങ്കണ്ണി ചീര കണ്ടമാനം കൃഷി ചെയ്യുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഏരിയുണ്ട്. നമ്മൾ ഇപ്പോൾ 2 കൊല്ലമൊക്കെ കഴിഞ്ഞോണ്ടല്ലോ, ഇത് 2-2.5 കൊല്ലം അതിൻ്റെ. എന്താണ് രണ്ടുപേർക്ക് ഒരു കള്ള ലക്ഷണം? എന്തുട്ടാ തിന്നണുണ്ട് ഇതെവിടെ കിട്ടിയേ? അപ്പൊ അവിടെ പിള്ളേരെ നശിപ്പിക്കും. അവിടെ ഈ പൊന്നാങ്കണ്ണി ചീരേ ആള് വിൽപ്പനയൊന്നും ചെയ്യണില്ല. അത് ഇങ്ങനെ ഈ ആളുകൾ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ അവർ കൊണ്ടുപോയി കൃഷി ചെയ്തോട്ടെന്നല്ല, അവർ കൊണ്ടുപോയി കൂട്ടാൻ വെച്ചോട്ടെ വെച്ചിട്ട് ആൾ കൊടുക്കും അല്ലേ സരിത? നമ്മളന്ന് പോയി കണ്ടില്ലേ. അപ്പൊ നമ്മള് നിർത്തറി ഇതിലേക്ക് ശ്രദ്ധിക്കൂ. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാങ്കണ്ണി ചീര ആരെയും വിൽക്കേ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നമ്മളിത് പാചകം ചെയ്ത് കാണിക്കുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീര എങ്ങനെ പാചകം ചെയ്യും,
എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പൊന്നാങ്കണ്ണിച്ചിരിയില്ലേ, ഈ പൊന്നാങ്കണ്ണിച്ചിരിയാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. ഇതിനെനിക്ക് കണ്ട ഇത് കുറേ ഉണ്ട്. ഇത് എന്തുട്ടാ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും പൂവുണ്ട്. കണ്ട നോക്കിയേ, ഇത് പൂവിട്ടു കണ്ട, വെള്ളപ്പൂവ്. ഇതിന് പൂവുണ്ട്. ഈ പൂവ് ഇടണതിന് മുമ്പ്, ഇത് പൂവാവണതിന് മുമ്പ് പൊട്ടിച്ച് കൂട്ടാൻ വയ്ക്കണം. എന്നാലാണ് ഇതിന്റെ ശരിയായ ഫലം നമുക്ക് കിട്ടുള്ളൂ. അല്ല ഇപ്പൊ ഈ സമയത്ത് പൂവാവണ ടൈമാണ് ഇത് പിടിച്ചേ. അല്ല, അത് 2 മാസം മുമ്പ്, അതായത് 2-3 മാസം മുമ്പാണ്. അതായത് ഡോക്ടർ പറഞ്ഞു തന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ ചെടികളിന്മേ പൂവൊക്കെ ആവില്ലേ, അപ്പോൾ ഈ ചെടിയുടെ എല്ലാ വക ഗുണങ്ങളും ഈ ഇതിലേക്ക് പോകുന്നു. അതിന് മുന്നേ ആക്കുമ്പോഴാണ് നമുക്ക് ഇവര് ശേഖരിച്ച് വയ്ക്കുന്ന ഇലകളിലൊക്കെ ഗുണങ്ങളൊക്കെ ആ സമയത്ത് ഇല പൊട്ടിച്ച് കൂട്ടാൻ വയ്ക്കണമെന്ന് മനസ്സിലായി. നമ്മൾ ഈ ഇതായാലും തഴുതാമയായാലും എന്തുട്ടായാലും ഈ സാധനമായാലും എന്തുട്ടായാലും. അപ്പം നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഗുണം കുറയുന്നു. ഇപ്പം ഗുണം കുറവാണ്. അത് ഗുണം തന്നെയല്ലേ പറഞ്ഞോ. അപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ തോരൻ്റെ ഒപ്പം ഒരു കഞ്ഞി വയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ കഞ്ഞി വയ്ക്കാം, എന്നിട്ട് തോരലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് അതിനനുയോജ്യമായിട്ടുള്ള കഞ്ഞി തന്നെ വേണ്ടേ. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നല്ല കഴിക്കുന്ന സാധനം, കൂടുതലുള്ള സാധനം അതിനെ വെല്ലുന്ന സാധനമായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കറുത്ത അരിയാണ് എടുക്കേണ്ടത്. കറുത്ത അരി, ബ്ലാക്ക് റൈസ് എന്ന് പറയും. ബ്ലാക്ക് റൈസ് ഇത് കേട്ടോ, ബ്ലാക്ക് റൈസ്, കറുപ്പ് കൗന്നി റോ, ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോന് 136 രൂപയാണ് ഈ അരി. ഇത് നോക്കിക്കോ, കണ്ട ഇതാണ് അരി. കണ്ട ഒരു 99.987% തവിടാണ് ഇതിൻ്റെ ഉള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒപ്പം കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് അധികമൊന്നും വേണ്ട. ഇത് 1/2 കിലോന് 136 രൂപ. അപ്പോൾ 1 കിലോന് 272 രൂപ. അപ്പോൾ 2-3 പിടി നമ്മൾ എടുക്കുന്നുണ്ട് അരി. നമ്മൾ ഇത് ഇത്രയ്ക്ക് വിലയുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് അധികമൊന്നും വേണ്ട. അപ്പോൾ അത്രയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടത് കുറച്ച് എടുക്കണ്ട, ഒരു 2-3 പിടി എടുത്തിട്ടുള്ളൂ ഞാൻ. ഈ അവിടെ ഇതേ ഇങ്ങോട്ട് തുന്തുരുവിൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ, പ്രയാഗ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പിടിച്ചേ, തുന്തുരുവിൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രയാഗ അത് പിടിച്ചിരിക്കണു. എന്നെങ്ങാൻ പാടില്ല കേട്ടാ, ഇത് എടുത്ത് വെച്ചിട്ട് വരാം. എന്നെങ്ങരുത്. എന്നിട്ട് പറഞ്ഞേ വായ പറഞ്ഞേ, എന്നാ പറഞ്ഞേ, അനങ്ങരുത്. ഇത് ചില്ല് പാത്രം നട്ടരുത്. വാ. അവിടെ നമ്മൾ കൊടിയിലെ മറ്റേ ഈ കാലമടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി ഇടാം. കാരണം ഇത് വേവാൻ കുറച്ച് സമയം പിടിക്കില്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, പൊന്നാങ്കണ്ണി ചീര പാചകം ചെയ്യാം. ഇതാണ് ഇത് കഴുകുമ്പോൾ തനി കറുത്തരി അല്ലേ, ഒരു മണി പോലും കളയേണ്ട ആവശ്യമില്ല. നിനക്കിൻ്റെ കഞ്ഞി കുടിക്കണ അവളിപ്പോൾ പോവാറയ്യാ. അമ്മമ്മ വിളിക്കണ്ട. അരി കഴുകി അരി കഴുകിയിട്ടാ. അത് ഞാനേ കുഞ്ഞ കാലത്തിലാണ് ഇതിൻ്റെ തീ കത്തിച്ച് കൊണ്ടിട്ടാ. തീ കത്തിച്ച് കൊണ്ടതല്ല, വെള്ളം തിളയ്ക്കുന്ന നോക്കിയേ, വെട്ടി തിളയ്ക്കുന്ന വെള്ളം കണ്ടാ. ഈ അരിയാണ്ട് ഇരിക്കാണ്ട് ഇടാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ വയ്ക്കാമല്ലോ. നമ്മുടെ ബ്ലാക്ക് കഞ്ഞിയുടെ തിളയ്ക്കണണ്ട കണ്ട വെള്ളം നോക്കിയതിൻ്റെ ലോഡ് കഞ്ഞി ചെയ്യുന്നതുകൊണ്ട് 3 പിടി അരി ഇട്ടിട്ടുള്ളൂ. അത് മുഴുവൻ കുടിച്ച് തീർക്കുന്നുണ്ട്. അമ്മയും ഭാവിയും വന്നിട്ടുണ്ട് കേട്ടാ. ഭാവിക്കൊരു കാര്യം പറയാനില്ലേ? നാളെ എന്തിട്ടുണ്ടാവാന്ന് പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞേ. അയ്യൊന്നും മര്യാദയ്ക്ക് നിന്നിട്ട് പറയിച്ചു കുഴയാണ്ട് നിന്നിട്ട് ശരിക്കും പറഞ്ഞേ. മറ്റന്നാളുള്ള അച്ഛൻ വരുന്ന മാൾട്ടേന്ന്. അച്ഛനെ എവിടെയപ്പോ പറഞ്ഞു കൊടുത്തേ? അയ്യേ എന്നിട്ട് പറഞ്ഞേ. നീ ഏത് ഭാഷ ഇപ്പൊ പറഞ്ഞത്? മാൾട്ട ഭാഷ. പറഞ്ഞോ അച്ഛൻ എവിടെയാ? അച്ഛൻ ദുബായിലാന്ന് അവിടെ എല്ലാവരുടെയും വിചാരം. അച്ഛൻ അവിടെ നിന്ന് മറ്റേ സ്ഥലത്ത് പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും. നീ പറഞ്ഞു കൊടുക്കത്.
അച്ചപ്പ എവിടെയാന്ന് പറഞ്ഞു കൊടുക്ക്. മാൾട്ട വേവാ കമോൺ ഇതല പൊട്ടിക്കാൻ വാ. അപ്പോൾ ഈ ഏരിയയിൽ ഇതൊക്കെ മുഴുവൻ ഇലകളാണ് കേട്ടോ. ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരകൾ, പല പല ചീരകൾ. ഇതിന് പൊന്നാങ്കണ്ടി ഇത് ഞാൻ വലിക്കുന്നുണ്ടാ എടാ. അപ്പോൾ ഇതിൻ്റെ നല്ല തളിർ ഇലയൊക്കെ മൂത്തുടങ്ങി. പക്ഷേ നമ്മൾ ഈ ഇലകളില്ല ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്താൽ മതി. ഇതുകൊണ്ട് പൊട്ടിച്ചിട്ട് കയ്പക്കായ നമ്മുടെ ദേ കണ്ടില്ലേ നിൽക്കണത്. അപ്പം അതിൻ്റെ മൈൻഡ് ചെയ്തില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ദേ കയ്പക്കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആ ഇതേണ്ട ഒരു ഉഗ്രൻ കയ്പക്കായ നോക്കിയേ. അവിടെ ഉണ്ട് വേറെ. നോക്കിയേ എന്തൊരു നല്ല കയ്പക്കായ നോക്കിയേ. സുന്ദരിയായ കയ്പക്കായ. അത് മുറിക്കുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കേടുണ്ടാവില്ല. കുത്ത് കിട്ടിയുണ്ടോ. ഇത് ഇങ്ങനെ ഇലകൾ പൊട്ടിക്കണം. അധികം വേണ്ട, ഉള്ളണം. ആ അതിപ്പോൾ ഞാൻ ഇതിപ്പോൾ പടർക്കം പറിക്കാന്ന് കടടക്കം പറിക്കാം. ഇതേടാ ഞാൻ പൊന്നാനി ഇത് നമ്മുടെ പറമ്പിലും പാടത്തൊക്കെ മുഴുവൻ എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ഈ പൊന്നാനി ചീര കേട്ടാ. എന്നാൽ പിടിച്ചത് ഇത് ആളുകൾ വെറുതെ തള്ളിക്കളയരുത് ഈ സാധനം. ഇത് കണ്ണിനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാവും ഇതിന് ആ പേര് പൊന്നാങ്കണ്ണി. അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതായിരിക്കും. ഞാൻ കേറണേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ടാട്ടാ. അല്ലേ എൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ അമ്പലച്ചേട്ടൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വേപ്പിൻ്റെ ഇല കിട്ടും അടിയിൽ തന്നെ. അത് മതി ഉണ്ണിയേ, നിനക്ക് പറ്റില്ല. അവിടെ നല്ലതില്ല. ആത്മവിശ്വാസം കളയണതല്ല, അതും ഇല്ലാണ്ട ഏറ്റവും മുകളിലേക്ക് പോണം. ഏറ്റവും മുകളിലേക്ക് നിനക്ക് പോകാൻ പറ്റില്ല. അത്ര മതി. കുഴപ്പമില്ല, ചെറുത്. ഇതൊന്നും ചേട്ടനൊരു പ്രശ്നമല്ല. ജഗു പറയണേക്കടാ. തുമ്പേരി ഉണ്ടല്ലോ. ഇല്ല തുമ്പിയല്ലല്ലോ. അപ്പോൾ സരിത ഇതിൻ്റെ അലയണ്ട് അപ്പം ഇതിൻ്റെ അലയണ്ട് ഉള്ളിട്ട് വേഗം കണ്ട് അരിഞ്ഞോ കേട്ടാ. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഈ പൊന്നാങ്കണ്ണി ചീര ചേർക്കണ ചേർത്തോ. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ് കണ്ട കുഞ്ഞിത്. അപ്പോൾ ഇത് ചേർക്കണില്ല. ഇത് വേണമെങ്കിൽ ആക്കാട്ടാ. ഇതിൻ്റെ കണ്ട നമ്മളിത് ഇങ്ങനെ ഉള്ളി എടുക്കണമല്ല കണ്ട കുഞ്ഞിതല്ലോ. അവിടെ 3-4 ഇല നന്നായി നനച്ചു കൊടുത്തണ്ടോ. ഇത് പിന്നെ പുഴുവൊന്നുമില്ല മറ്റേ ചീരല്ല പോലെ. അപ്പോൾ സരിതാലെന്നുള്ളട്ടെ. അപ്പോൾ ഞാൻ എനിക്ക് ബാക്കിയുള്ള സെറ്റാക്കട്ടെ. ഇതിലേക്കിനൊന്നും വേണ്ട. കാന്താരി മുളകും ചുമന്നുള്ളി ഇടണ്ട. ഇല്ലല്ലോ. ചുമന്നുള്ളി വെച്ചിട്ടുള്ള പരിപാടിയല്ല. 2 ടൈപ്പിൽ ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ വയ്ക്കും. ഇപ്പം ഇന്ന് ചെയ്യണത് ഒരു ടൈപ്പ്, ഇനി വേറെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ടൈപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും പൊന്നാങ്കണ്ണി ചീര ആളുകൾക്ക് ശരീരത്തിന് എത്രമാത്രം ഗുണകരമാണെന്നുള്ളത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അറിയും. അതിന് ഇൻസ്റ്റൻ്റായിട്ട് അതിൻ്റെ ഫലം അറിയൂ. സ്ഥിരമായിട്ട് കഴിക്കണ്ട ചേട്ടാ. സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഈ ഇലകളിൽ കുറച്ച് കഴിക്കാൻ പാടില്ല. കണ്ടപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല. വല്ല ഇങ്ങനത്തെ ഇലകൾ വല്ലതും ചേട്ടൻ ഉണ്ടാക്കിയില്ലേ ഇന്നലെ ഉണ്ടാക്കി. ചീരലയും 2 വെണ്ടക്കായൊക്കെ അതിലിട്ടിട്ട് ഉപ്പേരി കൂട്ടുണ്ടാക്കി. ഇങ്ങനത്തെ ഇലകള് കണ്ടമാനം വെച്ച് കഴിക്കുന്നവരെ വല്ലതും കേട്ടിട്ടുണ്ടോ നീ? ഇല്ല, അത് കണ്ടമാനം കഴിക്കാൻ പറ്റില്ല. നമുക്കിത് ഇതിന് ദൈവം ഭയങ്കര ടേസ്റ്റ് കൊടുക്കാത്തത്. നമുക്കിത് ഇത്തിരി കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറേ ഇലകൾ കണ്ട് എല്ലാ തരം ഇലകളും പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു 3-4 ഒരു തണ്ടോളം പൊട്ടിച്ചിട്ട് വയ്ക്കുന്നു മാത്രം. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അധികം നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് താഴ്താമയാണെങ്കിലും കണ്ടമാനം തോരൻ വെച്ച് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റില്ല. ആ സമയം മുരിങ്ങയില നമുക്ക് കഴിക്കാം. അത് നമ്മുടെ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സാധനമല്ല. സരിത ചീര നമ്മുടെ സാധാരണ ചീര കഴിക്കാം. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പറ്റുമായിരിക്കും. അല്ല അത് കഴിക്കില്ലേ. അല്ല ആളുകൾ ഇതിന് മെനക്കെടുന്നില്ലേ. അതന്നെ. അതിന് മുന്നേ ഞാൻ വേറെ സാധനം ചെയ്തേ. അതായത് നമ്മുടെ പാലക്കാടേക്ക് പോയപ്പോൾ വിജയകുമാരി ടീച്ചറില്ലേ, ടീച്ചറെ ഈ അടുക്കളത്തോട്ടത്തിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ചില ഒരു സംഗതിയാണ് ഈ പപ്പകായ ഭയങ്കര ഉയരത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാനും. പിന്നെ പൊട്ടിക്കാൻ മാത്രമല്ല നന്നായി പപ്പകായ ഉണ്ടാവാനായിട്ട് ഇതിൻ്റെ തല വെട്ടി കളയുക. ഇപ്പോൾ ഈ പപ്പകായ ഉണ്ട്, ഇത് നാടൻ പപ്പേനെ ഇട്ടാ. ഇപ്പോൾ ഇത് ഹൈറ്റ് എനിക്ക് പൂന്തോറും ഇപ്പോൾ ഇവിടുന്ന് മോരടിപ്പ് വന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ അലക്കി കളയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഉറ കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയിട്ട് ഉണ്ടാവും. നോക്കി അതിനൊരു ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഒരു പപ്പകായ ഉണ്ട നാടൻ തന്നെയാണ്. തല വെട്ടിയിട്ട് മുകളിൽ ഉറയിൽ തൊപ്പി വെച്ച് കൊടുത്തു. ഉറയിലല്ല ഉറ കൊണ്ട് തൊപ്പി വെച്ച് കൊടുത്തു. ഇവിടെ പപ്പകായ വലുതായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു 3-4 പച്ചമുളക് പൊട്ടിയിട്ടാ. ഇത് കണ്ട നമ്മുടെ വേറെ ടൈപ്പ് ചീരയാണ് ഇട്ടത്. കണ്ട നല്ല ടൈപ്പ് ചീര കണ്ടത്. വേറെ ടൈപ്പ് ചീര. ഇത് വയലറ്റ് ചീര. ഇത് സുന്ദരി ചീര. കണ്ട സുന്ദരി ചീര. ഇതിൻ്റെയൊക്കെ ഇലകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ ഇലകൾ ചേർത്തിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ സാമ്പാർ ചീരയുണ്ട്, പിന്നെ മുരിങ്ങയിലുണ്ട്, ഉള്ളിര ഇലയുണ്ട്,
കോവയ്ക്കാരലിൻ്റെ ഇങ്ങനത്തെ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല. ശരീരത്തിലാണ് ചെല്ലും ചെയ്തു. ഒരു 5-6 പച്ചമുളക് പൊടിച്ചാൽ മതി ചെറുതാ. മതിയാവും. 5-6 വേണോ? നല്ല എരിവ അല്ല, ഈ ഇല വാടി വരുമ്പോൾ ഒരു ലേശം ഉണ്ടാവുള്ളൂ. ആ, എന്നാലും ഒരു 5-6 പച്ചമുളക്, നമ്മുടെ കാന്താരി മുളക് കേട്ടോ, 5-6 കാന്താരി മുളക് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വരുന്നത് എന്താണെന്നറിയോ? എന്തൊരാവശ്യം? നെയ്യും പായസപ്പരിപ്പ് വേണം കേട്ടോ. അല്ല, ഞാനതിപ്പോൾ ഇന്നലെ അവസാനം കഴിയാൻ മതിയില്ലേ? ഇല നുള്ളി സരിതേൻ്റെ കൂട്ടുന്നു കേട്ടോ, കണ്ടമാനം. ഡോക്ടർ പറയണതേ ഓരോ സാധനങ്ങൾ ഇലകളായാലും അതിൻ്റെതായ രീതിയിൽ അതിൽ ചേർക്കേണ്ട സാധനങ്ങളോട് കൂടി ചേരുമ്പോഴേ അതിൻ്റെ ഗുണം മുഴുവനായിട്ടും നമുക്ക് കിട്ടുള്ളൂ എന്ന്. അപ്പം ഇത് കണ്ണിന് നല്ലതല്ലേ? കണ്ണിന് നല്ലതാവണമെങ്കിൽ ഇത് നെയ്യ് ഇതിൻ്റെ ഒപ്പം ചേരണം. നെയ്യിലാണ് നല്ല നെയ്യ് ഇതിൽ ചേരുമ്പോഴാണ് ആ കണ്ണിനുള്ള ഗുണം കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു പിടി പായസപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പായസപ്പരിപ്പ് എല്ലാവർക്കും അറിയാം കേട്ടോ, ചെറുപയർ പരിപ്പ് എന്നും പറയും. അപ്പോൾ ഇതൊന്ന് കഴുകാം. നമുക്ക് കഴുകിയിട്ട് ഇത് വറക്കണം, നെയ്യിൽ വറക്കണം. കുറച്ചെടുത്തിട്ടുള്ള ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം വയ്ക്കുന്നത് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് എന്തോരം അളവ് വേണം നമുക്ക് അറിയില്ല. അധികം വേണ്ടെന്ന് തോന്നുന്നു, നിറയെ കടിക്കില്ലേ? ഒരു പിടിയാണ് എടുത്തോണത്. ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. ഇത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കൂടുതൽ വേണോ വേണ്ടയോ. ഈ ടൈപ്പിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടോന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 6 മണിത്തെ കഞ്ഞുകൂടിയാണ് കാണിക്കാൻ പോണത്. കാരണം ഇത് ഈ സാധനം വൈകുന്നേരം ആകുമ്പോഴാണ് ഇതിൻ്റെ ഗുണം അറിയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് വെച്ചത് നമ്മൾ മനഃപൂർവ്വം. ചീഞ്ചിട്ട് അടുപ്പത്ത് വയ്ക്കണോട്ടെ. നമ്മുടെ അരി കണ്ട നന്നായി വേറെ തുടങ്ങിയില്ലേ? അരി ചെറുതായി തീ മതി. മറ്റേത് ഇടില്ലേ ചേട്ടാ? ഈ ഇല മാത്രം എടുക്കണുള്ളൂ? ഈ ഒരൊറ്റ ഇല മാത്രം, ഇനി അല്ല വേറെ പാടില്ല. അപ്പോൾ പിന്നെ ചോപ്പ് ഇടുള്ളേ ചോദിച്ചതാ. ചോപ്പ് വേണമെങ്കിൽ ഞാൻ ചേർന്ന് പൊട്ടിച്ചിട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ചോപ്പിൽ വേണമെങ്കിൽ പൊടിച്ചിട്ടാ, നമുക്ക് ഏതായാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടാ. അപ്പോൾ ചീഞ്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യിലാണ് നമ്മൾ പരിപ്പ് വറക്കണത് കേട്ടോ. ഏത് നമ്മുടെ ഈ ചെറുപയർ പരിപ്പ്. ഇതിൽ വെള്ളം നനവിട്ട് കഴുകിയ കാരണം അതിൻ്റെ കുഴപ്പമുണ്ട്. അതിൻ്റെ പൊട്ടി തെറിയുണ്ടാവുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ. ആഹാ, നെയ്യിൽ പൊടിയുണ്ട്. അതായത് പുളിയുറുമ്പ് പോലെ വറക്കണം എന്നാ പറഞ്ഞേ. ഇത് വറുത്ത് പൊടിക്കണം. അരിയണ്ടേ ഇത്? സരിത കഴിഞ്ഞോട്ടെ. അല നുള്ളി കഴിഞ്ഞു. ആകെ പുകയിലേത് അടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകണം. സരിത നോക്കിയേ, ഞാൻ പുകയിൽ കുളിച്ചു. തീ കത്തിക്കുമ്പോ ഇത് പറയും ചേട്ടൻ. അല്ല, അത് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടില് പണ്ട് പുകയില്ലാത്ത അടുപ്പുണ്ടാക്കിയ ഒരു മാഷില്ലേ ഒല്ലൂര് അങ്ങോട്ട് വീട്ടിൽ ആളിപ്പോഴും ചെയ്യണ്ടാവില്ല. ആൾക്ക് പ്രായമായി ഉണ്ടാവും. ആൾക്ക് അന്ന് തന്നെ പ്രായം ഉണ്ടായിരുന്നു. നമ്മുടെ വർഗീസ് മാഷിന്റെ ഒക്കെ ഒരു ഗണത്തിൽ പെട്ടതല്ല ആള്. അതന്നെ പോളിടെക്നിക്കത്തെ ഈ അളകപ്പ നഗർ പോളിടെക്നിക്കത്തെ മാഷില്ലായിരുന്നു ആള്. അതെനിക്ക് ഓർമ്മയില്ലേ. സരിതത്തിൽ തന്നെ പച്ചമുളക് ഇട്ട് വാട്ടാട്ടോ. അത് വേഗരിഞ്ഞോ പ്ലേറ്റിലേക്ക് ഇട്ടാ മതിയാ? എന്നാ ഈ പ്ലേറ്റിലേക്ക് ഇട്ടോന്ന് വെച്ചാ ഇതിൽ ചുട്ടായിക്കണ നെയ്യാ. നെയ്യ്. അയ്യോ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് പിടിക്കാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാ. സരിത അങ്ങോട്ട് പാടി ഞാൻ വന്നിട്ട് എന്തുവിട്ടേ തട്ടിടാനായിട്ട്. ഇത് പിടിക്കാൻ പറ്റണ്ട എനിക്ക്. ഈ ഇരുമ്പിൻ്റെ ചീഞ്ചിട്ടേ ഒടുക്കത്തെ കാനത് തേങ്ങ. അപ്പോൾ അതവിടെ അരിയാണ്. ചീഞ്ചട്ടി അടുപ്പത്തു നിന്ന് മാറ്റി നമ്മളിത് പൊടിച്ചു കൊണ്ടിരുന്നു. മിക്സിയുടെ ജാറിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടിരുന്നു നന്നായിട്ട്. ഈ അരി വെന്തു. അപ്പോൾ നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് മൺചട്ടിയിൽ വേവിക്കണം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വേവിക്കാം. ഈ അരി വെന്തതിന് തൽക്കാലത്തേക്ക് ഞാൻ ഈ ഇതിലേക്ക് മാറ്റാണ് കേട്ടോ, ഇടവറയിലേക്ക്. അപ്പോൾ ആ കലം വീണ്ടും കഴുകി കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഈ പൊന്നാങ്കണ്ണി ചീര ഇതിലിടാണ്. ഇനി 4 പച്ചമുളകുണ്ട്, അതും കൂടി അരിയട്ടെ. ചേട്ടൻ ഞെട്ടും ഞാൻ ഈ കലത്തിൽ ഇത് വെച്ചേക്കണ കാണുമ്പോൾ. ഇതിടാണ് കേട്ടാ പച്ചമുളക്. അരി വെന്തു. അരി മാറ്റിയിട്ട് ആ കലത്തിലേക്ക് ഇതിട്ടു.
ഇത് എങ്ങനെയാ എവിടേക്ക് മാറ്റിയേ? ദേ ഇതിലേക്ക് മാറ്റി. ആ അടിപൊളി. ഇത് വേഗാക്കണം. നേരം മെറ്റി ഇത് ഞാൻ പൊടിച്ചോണം കേട്ടോ ഈ സാധനം. നോക്കിയാൽ കണ്ട തരിതരിപ്പായിട്ട് പൊടിച്ചോണം കണ്ട. നമ്മളിതിലേക്ക് സ്വല്പം ഉപ്പിടണം. നേരെ ഇരുട്ടി തുടങ്ങി ഉപ്പിട്ടിട്ട് പെട്ടെന്ന് ആവൂട്ടാ. ഇതിൽ പറഞ്ഞ പോലെ സരിത പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ നനവുണ്ട്. അത് തന്നെ പിന്നെ എന്തൊരു പൊട്ടിയേ, എന്തൊരു പൊട്ടി തേങ്ങ. ഇല ഇടയ്ക്കിടയ്ക്ക് ഇളക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കുഴപ്പം ചെയ്യില്ലേ, ഈ തീ കറക്റ്റ് അല്ലെങ്കിൽ ഈ പുക അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുക മണം വരും. അല്ല അപ്പം നിങ്ങൾ വയ്ക്കുമ്പോൾ സാധാരണ ഇതിൽ ഈ മൺകലത്തിലാണ് വയ്ക്കുകയെന്ന് പറഞ്ഞോളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണൽ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിറകടുപ്പിൽ വയ്ക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ അതൊന്നും എല്ലാവർക്കും സൗകര്യം കിട്ടില്ല. നമുക്ക് ഇവിടെ ചെയ്യുന്ന പോലെ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഗ്യാസിനടുപ്പിൽ വെച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ട ഇത് ചെറുതായി നോക്കിയേ, എന്തൊരു കുഞ്ഞി ഇതായി കുറച്ചായി കണ്ട ഇല. ഇത് കണ്ട ഒരു കുറച്ച് ഇതായിട്ട് മാറി. അടിയിൽ ഇത്തിരി വെള്ളത്തിൻ്റെ നനവുണ്ട് കേട്ടോ. കണ്ട വെള്ളത്തിൻ്റെ നനവുണ്ട. അത് ഈ ചീരയുടെ ഇലയിൽ നിന്ന് ഇറങ്ങണ വെള്ളമാണ് കേട്ടോ. ഇപ്പം വെന്തുണ്ട്. ഇതിപ്പോൾ ഇറക്കാം ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇറക്കാം. ഇത്തിരി വെള്ളം നനവുണ്ടായിക്കോട്ടെ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല നമുക്ക്. ഇപ്പോൾ വെള്ളം വറ്റാൻ കാത്തുക്കണമെന്നില്ല, കാരണം ഇരുട്ടായി തുടങ്ങി കാണില്ല. നമ്മുടെ കുട്ടിക്കാലത്തിലത്തെ ചീര കണ്ട അല്ല പൊന്നാനി ചീര ഇങ്ങനെയായി. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ വറുത്ത് പൊടിച്ചിട്ടുള്ള ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഏത് നമ്മുടെ പരിപ്പ്, പായസപ്പരിപ്പിൻ്റെ ഇതിലേക്ക് ഇടണം കേട്ടോ. ഇളക്കാം. അപ്പോൾ ഈ വെള്ളം വറ്റി. ഇനി നമുക്കിത് ഇറക്കാം. ഇറക്കി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇരുട്ടായി, ഇനിയിപ്പോൾ ലൈറ്റ് വയ്ക്കാനൊന്നും ആരില്ല. അപ്പോൾ നമുക്കത് ഈ പുല്ലിലിരിക്കാം. എന്നിട്ടാ അതിൻ്റെ ഉള്ളിൽ എന്ത് ആരാ? ആ ഇവിടെ അതിൻ്റെ ഉള്ളിലുണ്ടാ വേപ്പല പൊട്ടിക്കാൻ പോയതാ. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു കേട്ടാ. ആ നാളികേരം ചെരിക്ക് കഞ്ഞീര് ഉപ്പിടണം. നാളികേരം ചെരിക്കത് ആവശ്യത്തിന് കേട്ടോ. ആ നമ്മൾ നാളികേരം ചെരിക്ക് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ കൂട്ടാനിലേക്ക് തിരിയുള്ള കണ്ട. ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരിക്കുന്നത്. എരിവ് കൂടുകയാവോ? ചേട്ടനല്ല പറഞ്ഞ എന്നോട് വന്നിട്ട് പകുതി അധികം നാളികേരം ഉണ്ടല്ലേ സരിത? ഇത്ര അധികം ഇട്ടത് പോരെ, ഇത്ര മതി. പ്ലേറ്റിലേക്ക് ഉപ്പാണ് കുറവ് വരാൻ തോന്നുന്നു. ഉപ്പിട്ടിട്ട് അപ്പോൾ ഒന്ന് നോക്ക് ഉപ്പ്. പൊന്നാങ്കണ്ണി ചീര പകുതി ഇലന്നുള്ളിയപ്പോഴേക്കും ചേട്ടൻ വന്ന് പറഞ്ഞതിനോട് ഇത് മതി, ഇതെന്തോരതെന്ന്. ഉപ്പുണ്ടാ? ഉപ്പ് കുഴപ്പമില്ല. ഉണ്ടെന്നാ ഇല്ലാന്നാ? അതാ കൂടുതലാന്നാ? അല്ല മതി. പാകത്തിനാ? ആ പാകത്തിനല്ല, ഇത്തിരി കുറവാണ്. അപ്പം അഞ്ചത്തിലൂടെ ഇല്ല ഇത് മതി. ഇതിരിക്കുന്നു കേട്ടോ, കൂട്ടാതിരിക്കുന്നു. അധികം കൂട്ടാനൊന്നും ഇല്ല കണ്ട. കഞ്ഞിവിളമ്പ് അരിക്കുപ്പിട്ടിട്ട് കഞ്ഞിവിളമ്പ്. എനിക്ക് ആകാശത്തേക്ക് നോക്കാൻ സമയമായി. കൂട്ടാൻ വെച്ചു കേട്ടാ. ബ്ലാക്ക് കഞ്ഞി കണ്ട, ബ്ലാക്ക് കഞ്ഞി കണ്ട. കഞ്ഞിയിൽ ഉപ്പിട്. ഇതിലേക്ക് ഇത്തിരി ഉപ്പിടുണ്ട്. ഈ ഉപ്പല്ല ശരിക്ക് മറ്റേ എന്തൊരു റോക്ക് സാൾട്ട് അല്ല ഇടണ്ട ശരിക്കും. അയ്യോ അതിവിടെ ഉണ്ടായിരുന്നു റോക്ക് സാൾട്ട്. അത് തപ്പിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഇല്ല വേണ്ട എടുക്കാൻ നോക്കിട്ട്. അപ്പോൾ ഞാൻ പ്ലാവില ഊത്തട്ടെ. കയ്യില് ഉണ്ടായിരുന്നു ടീസ്പൂണ്. എനിക്ക് പ്ലാവിൻ്റെ ഇലനെ കഞ്ഞി കുടിക്കണം. പഴുത്ത ഇലകളൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾക്ക് വേണോ? അതൊക്കെ ടീസ്പൂണോ വീട്ടിലോ കണ്ടോ? പക്ഷെ ഇത് വെള്ള കളറിൽ തന്നെയാണല്ലോ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഇന്ദുപ്പാണിത്. ഇന്ദുപ്പ് വെള്ള കളറിലായിരിക്കുക. കഴുകണ്ട. ദേ കണ്ട, ഇത് മറ്റേ വയനാട്ടിലത്തെ ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് തന്നിട്ടുള്ളത് ഇന്ദുപ്പ്. എന്തിരിപ്പടെ നേരം വയ്ക്കുന്നില്ലേ? ഒന്ന് തന്നെ പിന്നെ ഇന്ന് പൊക്കിയേരി കാലിന്ന് നിർത്താൻ വലിയ ഇവിടെ കൂട്ടാനല്ലേ ചവിട്ട് കിട്ടില്ലോ. ഉപ്പിടേ ലേശട്ടാ മതി അല്ലേ? തീയൊന്നും വേണ്ട ചേട്ടാ. നമ്മുടെ കൂട്ടാൻ ഇത് ബ്ലാക്ക് കഞ്ഞി വിളമ്പണം. ഇത് വെന്തിട്ടില്ലേ? ഉപ്പുണ്ടാ? അടിപൊളിയായിട്ട് വെന്തുണ്ട്. അടിപൊളിയായിട്ട് വെന്തുണ്ട് ശരിക്കും അല്ലേ? തിരി വിളമ്പിയാൽ മതി. അല്ല അമ്മ കഞ്ഞി കുടിക്കാൻ വരണ്ട. ഞാൻ അത് കഴിക്കും മുഴുവൻ. അമ്മ ചുരിദാറിട്ടാ. അമ്മ കാല് അന്ന് ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞോട് കൂടി അമ്മ ഫാഷൻ കരിയായി. ഇരിക്കുമ്പോഴേ ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോവാൻ എക്സ്റേ എടുക്കാനും ഇടയ്ക്കിടയ്ക്ക് പോവലും വരലാകുമ്പോ നിന്നിട്ട് സാരി ഉടുക്കാൻ പറ്റണല്ലോ. എന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ചുരിദാർ ഇടിയിപ്പിച്ചേ. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പൊ ചുരിദാർ ഇടണല്ലോ. എനിക്ക് ടീസ്പൂൺ മതി. എനിക്ക്
ഈ കൂട്ടാൻ കഴിച്ചു നോക്കിയാ നീ വേഗം തന്നെ കൂട്ടാനാണ് ഞാൻ കഴിച്ചു നോക്കാൻ പോണത്. റിസൾട്ട് ഞാൻ കൂട്ടാൻ്റെ കഴിക്കാൻ പോണട്ടാ. ഒരു ചെറിയൊരു പുകമണല്ലേ, കുഞ്ഞീതായിട്ട് പുകമണല്ലേ? ഇല്ല ഇല്ലേ? ഇത് കഞ്ഞിയൊന്നും വേണ്ട, അത് വെറുതെ തിന്നാൻ രസം. ഡോക്ടർ പറഞ്ഞത് ശരിയാ, നല്ല ടേസ്റ്റാണ് സാധനം അല്ലേ? അല്ല ടേസ്റ്റ് നോക്കി നോക്കിയേ. ഈ പൊന്നാങ്കണ്ണി ചീര ഇതില് ഇതപ്പോ ഇല തഴുത്തുക്കുന്ന ടൈമാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. ഇപ്പൊ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നോക്കിയാൽ നമുക്ക് സാധാരണ ചീരകളും ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ പായസപ്പരിപ്പിൻ്റെ ഇത് നെയ്യിലാക്കി നാളികേരം. ഞാൻ വിചാരിച്ചു പായസപ്പരിപ്പ് ഇങ്ങനെ കറുമുറു ഇങ്ങനെ കടിക്കുന്നു, പക്ഷെ അത് കുതിർന്നു അല്ലേ? കഞ്ഞി ചൂടാട്ടോ, അതുകൊണ്ട് കുടിക്കാത്തത്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര പരിപാടി വിജയിച്ചിരിക്കുന്നു. ധൈര്യമായിട്ട് നമ്മൾ ചെയ്തോ. ഇപ്പം ഇല മൂത്ത് വരുന്ന ടൈമാണ് കേട്ടോ. ഇനി മൂപ്പ് കൂടും. ജഗ്ഗു വാവാ വന്നേ. നിങ്ങളൊന്ന് രണ്ടുപേരും ജഗ്ഗു വിളക്ക് വെക്കണം. നിങ്ങൾ നിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാ, രണ്ടാളും കൂടി വാ. കഞ്ഞിയിൽ ഇത്തിരി ഉപ്പ് കുറവാന്നാലും കുഴപ്പമില്ല. ഇത് ഉപ്പിട്ടോ. മാമനോട് വേണേ പറഞ്ഞു മാൾട്ടയില് മദ്യത്തിനൊക്കെ പകുതി വരെയുള്ള ഒരെണ്ണം മേടിച്ച മറ്റേത് കിട്ടും, വേറെ ഒന്നും കിട്ടും, ഫ്രീ കിട്ടും. ഏത് വലിയ പറഞ്ഞാലും അല്ല ചേട്ടൻ പറയാന്ന് ജഗ്ഗുവിനോട്, മാമനോട് വരുന്നു പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞാ. മദ്യത്തിന് അവിടെ നല്ല വില കുറവാന്ന് എന്നിട്ട് പറയണ കേട്ട് കഴിഞ്ഞ് ഒരു ജാതി കുടിയന്മാരാൻ തോന്നും. അല്ല ചേട്ടൻ എന്നിട്ടെന്നറിയോ ഷോക്കേസിൽ ഇങ്ങനെ നിരത്തി വയ്ക്കാൻ അല്ലേ? അവിടെ കൊറേ ഇല്ല ഇപ്പൊ. നീയല്ല പറഞ്ഞ മുത്തേ, അമ്മായിന്റെ മുത്ത് ഇവിടെ ഇരിക്കണ അമ്മായി കണ്ടില്ല. ഈ കഞ്ഞി ജഗ്ഗുവിന് ഇഷ്ടാ, അടിപൊളി കഞ്ഞിയാണിത്. കൊറേ നാളെ വെച്ചിട്ട് കുടിച്ചോക്ക്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ സാധനം. എങ്ങനെയുണ്ട് ഈ കഞ്ഞി? കുഴപ്പമില്ലല്ലോ. ഇനി ഈ സാധനം കഴിച്ചു നോക്കി നോക്കിയത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കിയേ. സ്പെഷ്യൽ സാധനമാണിത്. കഴിയാറായി. ആകെപ്പാടെ ഇത്തിരിയല്ലോ. അല്ല നമ്മൾ എന്തോരാലും നീ പൊട്ടിച്ചതാ. അത് പക്ഷെ വാടി വന്നപ്പോ ഇത്തിരിയായി. നോക്കി അമ്മേന്റെ രസം നോക്കി നോക്കിയേ. പൊന്തി പൊന്തി. സരിത, ഈ കഞ്ഞില്ലേ കുക്കറിൽ വേവിക്കണ അടിപൊളി കലത്തിലിട്ട് വേവിക്കുക ഈ അരി. അപ്പൊ ശരിക്കും ഉള്ളിലേക്ക് വേവ് കയറിയിട്ടുണ്ട് കണ്ടാ. അതൊരു നല്ല രസണ്ടാ. കഞ്ഞില് വലിയ ഉപ്പില്ല, കഞ്ഞി രസാ. അപ്പൊ അമ്മയ്ക്ക് ഉപ്പുണ്ടാവുണ്ണിയെ, അവിടെ അധികം ഉപ്പിടില്ലല്ലോ. കണ്ണംകുളങ്ങര കഞ്ഞി കുടിച്ചോ? നല്ല ഉപ്പാ തോന്നുന്നു. കൂട്ടല്ല സാധാരണ പൊന്നാങ്കണ്ണി ചീര നമ്മൾ വെറുതെ ഉള്ളിമുളകും വാട്ടിയിട്ട് കഴിക്കുമ്പോ നമുക്ക് തിന്നാധികം ബുദ്ധിമുട്ടാ. ഇത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ശ്രീദേവി ഡോക്ടർ പറഞ്ഞ ഈ സാധനം ക്ലിക്കാണ് കേട്ടോ. ഇത് പച്ചല്ല, ചുവപ്പ് കളറല്ല കഞ്ഞി. ഈ പൊന്നാങ്കണ്ണി ചീരയില്ലേ റോഡ് സൈഡിൽ കണ്ടമാനുണ്ടാവും. അത് എടുക്കണ്ട കേട്ടോ. ആളുകൾ തുപ്പിയിട്ടുണ്ടാവും, നടന്നു പോകുമ്പോൾ മൂത്രം വെച്ചിട്ടുണ്ടാവും, പട്ടി നടന്നിട്ടുണ്ടാവും, പൂച്ച കടന്നു പോയിട്ടുണ്ടാവും, രോമങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കഞ്ഞി ഇഷ്ടായത് ഇതും കഴിക്കണം, കഞ്ഞിയും കഴിക്കണം. പറമ്പുകൾ പറയും പട്ടികൾ നടന്നു പോകാലോ. ഞാൻ അത് ആലോചിച്ചേ. പട്ടിയും പൂച്ചയൊക്കെ നമ്മുടെ ക്യാമറയും ലോറി എപ്പോഴും നടക്കണ കൂടെ അവിടെ നിന്നാണ് ചേട്ടത് പറിച്ചത് കൂട്ടിച്ചത്. സാരിത കഴിഞ്ഞു, നിങ്ങൾക്കില്ല. ഒരു വായ കൊണ്ട് ഒരു വായ കൊണ്ട് കഴിഞ്ഞു. വായതാടാ. ഈ സമയം നമുക്ക് സമാധാനമായിട്ട് ആസ്വദിച്ച് ഒന്നും ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. കൊതുക് പൊതിയണ കണ്ടാ കഴിക്കാൻ പോയി. കഞ്ഞി തരാട്ടാ. അതെ കഞ്ഞിയുണ്ട്, അകത്ത് പോയിരുന്നിട്ടേ കഴിക്കാം. കുറച്ച് കഞ്ഞി കൊണ്ടിട്ട് ജഗ്ഗു വിളക്ക് വെച്ചിട്ട് കഞ്ഞി കുടിച്ചോ? ഈ കഞ്ഞിയിലേ കഴിക്കാം. ഭയങ്കര സുഖം കുടിക്കാൻ. ഇങ്ങനെ വേവിക്കുമ്പോ കലത്തിലിട്ട് വേവിക്കുമ്പോ, കുക്കറിലിട്ട് വേവിക്കുമ്പോ ഒരു മുരപ്പുണ്ടായിരുന്നില്ലേ ചെറുതായിട്ട്. എനിക്കാണ് തോന്നി. ഇത്തിരി ക്യാമറമാനോന് ടേസ്റ്റ് നോക്കാൻ. കഞ്ഞി കുടി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ പരീക്ഷണമാണ് ചെയ്യാൻ പോണത് കേട്ടോ. അതോടെ ഈ വീഡിയോ ഉണ്ടാക്കും. എന്തൊരു പരീക്ഷണം? ഞാനിങ്ങനെ മലർന്നെടുക്കും, എന്നിട്ട് ചന്ദ്രനെ നോക്കും. ആ ചന്ദ്രൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണിന് കാഴ്ച കൂടില്ലോ. പൊന്നാണി ചീരയിൽ നോണത്. അപ്പോൾ ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനിൽ എന്തിട്ടൊക്കെ വസ്തുക്കളുണ്ടെന്ന് നോക്കണം ഞാൻ കേട്ടാ. നോക്കാൻ പോണ്, കണ്ണടച്ചിട്ട് ചന്ദ്രനെ നോക്കാൻ പോണു. പരീക്ഷണം ചെയ്യാൻ പോണത് അറിഞ്ഞിട്ട് ചന്ദ്രന്റെ പൊടി പോലും കാണാനില്ലെന്ന്. ഞാൻ വൈകുന്നേരം കിടന്നിട്ട് നോക്കും. ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാടാ. നോക്കിയ ചന്ദ്രനെ എവിടെയും കാണാനില്ല. ചന്ദ്രൻ വരാറായിട്ടില്ല എന്നുകൊണ്ട് അല്ലേ? അല്ല, ആകാശം മൂടിയിരിക്കുകയാണ് ഇപ്പൊ. അമ്പിളി മാമൻ എവിടെ? അമ്പിളി മാമൻ രാത്രി രാത്രി ആകുമ്പോ വരും.
അപ്പോൾ ചന്ദ്ര ഉദിച്ചിട്ട് നമുക്ക് നോക്കാം. അതന്നെ, എന്നിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കണുള്ളൂ. കഴിഞ്ഞിട്ടാ നോക്കിയാൽ അടിപൊളി. നിങ്ങൾ ധൈര്യമായിട്ട് പൊന്നാങ്കണ്ണി ചീര വെച്ചോ.